നമസ്കാരം. ചൈനയുടെ അഭ്യാസങ്ങൾ തായ്വാൻ അധിനിവേശത്തിനുള്ള ഒരു റിഹേഴ്സലാണ് എന്ന മുന്നറിയിപ്പുമായി US അഡ്മിറൽ രംഗത്ത് വന്നു കഴിഞ്ഞു. തായ്വാനെ ചുറ്റിപ്പറ്റിയുള്ള ചൈനയുടെ സമീപകാല സൈനിക അഭ്യാസങ്ങൾ ഒരു അധിനിവേശത്തിനുള്ള റിഹേഴ്സൽ പോലെ ആയിരുന്നുവെന്ന് US ഇൻഡോ പസഫിക് കമാൻഡർ അഡ്മിറൽ സാമുവൽ പപ്പരോ വ്യക്തമാക്കുന്നുണ്ട്. തായ്വാൻ പറയുന്നതനുസരിച്ച് മെയ് 20-ന് തായ്വാൻ പ്രസിഡന്റായി ലായ് ചിങ്-തെ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ചൈന സൈനിക അഭ്യാസങ്ങൾ ആരംഭിച്ചു. തായ്വാനെ ചുറ്റിപ്പറ്റിയുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ, തായ്വാൻ സ്വാതന്ത്ര്യ പ്രചരണം എന്നിവ മുൻനിർത്തി ശിക്ഷാഭ്യാസം എന്ന പേരിലാണ് ചൈന ഇക്കണ്ട കോലാഹലങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത്. അഡ്മിറൽ സാമുവൽ പപ്പരോ മെയ് 1 ഇൻഡോ പസഫിക് കമാൻഡിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനായി മേഖലയിലെ US സംയുക്ത സേനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടവും വഹിച്ചിരുന്നു. തായ്വാന്റെ സ്വയം പ്രതിരോധ തന്ത്രങ്ങളും കഴിവുകളും വർദ്ധിപ്പിക്കാൻ US സഹായിക്കുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. US പ്രതിരോധ സേന ചൈനീസ് അഭ്യാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ചൈന തായ്വാനിൽ പ്രകടിപ്പിച്ചേക്കാവുന്ന എല്ലാ പ്രകോപനങ്ങളെ പറ്റിയും US സാധ്യതാ പഠനം നടത്തുന്നുണ്ട് എന്നതും എടുത്തു പറയണം. അതുകൊണ്ട് തന്നെ മേഖലയിൽ വെടിവയ്പ് പൊട്ടിപ്പുറപ്പെട്ടാൽ USഉം അതിന്റെ സഖ്യകക്ഷികളും പങ്കാളികളും ഒക്കെ സംഘടനത്തിൽ വിജയിക്കുമെന്ന് തനിക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്നാണ് പപ്പാരോ പറയുന്നത്. 2025ഓടെ ജപ്പാൻ സെൽഫ് ഡിഫൻസ് ഫോഴ്സിനുള്ളിൽ സംയുക്ത ഓപ്പറേഷൻ കമാൻഡ് സ്ഥാപിക്കുമെന്നും USഉം ജപ്പാന്റെ സൈന്യവും തമ്മിലുള്ള ഏകോപനത്തിനായി രൂപീകരിച്ച ഒരു ബോഡി സ്ഥാപിക്കുമെന്നും വിവരമുണ്ട്. സംയുക്ത പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ഓപ്പറേഷൻസ് കമാൻഡിന് ഉത്തരവാദിത്തമുണ്ട്. അതേപോലെ തന്നെ ഫിലിപ്പീൻസ് നാവികസേനയുടെ കപ്പലുകൾക്ക് ചൈന ഉപദ്രവം വർദ്ധിപ്പിക്കുന്നതും ദക്ഷിണ ചൈന കടലിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളെ കുറിച്ച് പപ്പരോ പ്രസ്താവിക്കുന്നുണ്ട്. അമേരിക്ക സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. കപ്പലുകൾ അയക്കുന്നത് പോലെയുള്ള ശ്രമങ്ങളിലൂടെ നെതർലാൻഡ്സ്, ഇറ്റലി, ജർമ്മനി എന്നിവ ദക്ഷിണ ചൈന കടലിൽ പ്രതിരോധം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചൈന തായ്വാനിൽ വലിയ കണക്കുകൂട്ടലുകളാണ് നടത്തുന്നത് എന്നത് ഉറപ്പാണ്. ചൈന സ്വയം ഭരിക്കുന്ന തായ്വാനെ ഒരു വേർപിരിഞ്ഞ പ്രവിശ്യയായിട്ടാണ് കാണുന്നത്. ഒടുവിൽ ചൈനയുടെ നിയന്ത്രണത്തിലാകുമെന്നാണ് ചൈനയുടെ പ്രതീക്ഷ. എന്നാൽ സ്വന്തം ഭരണഘടനയും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളും ഉള്ളതിനാൽ തായ്വാൻ ചൈനീസ് മെയിൻലാൻഡിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. തായ്വാൻ അതിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈനയുമായിട്ട് ശക്തമായ ബന്ധമുണ്ട്. കൂടാതെ നിരവധി തായ്വാനുകാർക്ക് കടലിടുക്കിലുടനീളം ബിസിനസ്സുകളും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ കാലക്രമേണ ചൈനയിൽ നിന്ന് വ്യത്യസ്തമായി തായ്വാനീസ് എന്ന് തിരിച്ചറിയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചതായിട്ടാണ് സർവേകൾ കാണിക്കുന്നത്. ഇത് ചൈനയെ വലിയ രീതിയിലാണ് ചൊടിപ്പിക്കുന്നത്. തായ്വാൻ സ്വയം പ്രതിരോധിക്കുമോ എന്ന ചോദ്യത്തിലേക്ക് വരികയാണ് എങ്കിൽ ചൈനയെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് തന്നെയാണ് തായ്വാൻ പറയുന്നത്. പക്ഷേ മറുവശത്ത് ചൈന വലിയ കണക്കുകൂട്ടലുകളാണ് നടത്തുന്നത്. അമേരിക്ക ഈ ദ്വീപിന്റെ ഏറ്റവും ശക്തമായ സഖ്യകക്ഷിയായി തുടരുന്നുമുണ്ട്. ആയുധങ്ങൾ വിൽക്കുന്നുണ്ട്. അതേപോലെ ചൈനീസ് ആക്രമണം ഉണ്ടായാൽ സഹായിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. USന് ശേഷം പ്രതിരോധത്തിനായി ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ചൈന. നാവിക ശക്തി മുതൽ മിസൈൽ സാങ്കേതിക വിദ്യ, വിമാനം, സൈബർ ആക്രമണം എന്നിവയൊക്കെ വലിയൊരു ശ്രേണിയിൽ വരാൻ കഴിയും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണാത്മക പെരുമാറ്റം തായ്വാനിലെ US കണക്കുകൂട്ടലുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. തായ്വാന്റെ പ്രാധാന്യത്തിലേക്ക് വരികയാണ് എങ്കിൽ തായ്വാൻ സമ്പദ് വ്യവസ്ഥയാണ് പ്രധാനപ്പെട്ട ഘടകം. ലോകത്തിലെ മിക്ക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഫോണുകൾ മുതൽ ഇലക്ട്രിക് കാറുകൾ വരെ തായ്വാനിൽ നിർമ്മിച്ച കമ്പ്യൂട്ടർ ചിപ്പുകളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഒരൊറ്റ തായ്വാനീസ് കമ്പനി, തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനി അല്ലെങ്കിൽ TSMC ലോക വിപണിയുടെ പകുതിയിലധികവുമുണ്ട്. അതിനാൽ ചൈന ദ്വീപ് കൈക്കലാക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ പസഫിക്കിൽ വൈദ്യുതി പ്രക്ഷേപണം ചെയ്യാനും USന് എതിരാളിയാകാനും അത് സ്വതന്ത്രമാകും. ആഗോള സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്ന ഒരു വ്യവസായത്തിന്റെ മേലും ചൈനയ്ക്ക് നിയന്ത്രണം ഉണ്ടാകും. എന്നാൽ തങ്ങളുടെ ഉദ്ദേശങ്ങൾ സമാധാനപരമാണ് എന്ന രീതിയിൽ ചൈന വാദിക്കുന്ന പല കാര്യങ്ങളും പൊള്ളയാണ് എന്നതാണ് യാഥാർത്ഥ്യം. തെക്ക് ഓസ്ട്രേലിയ മുതൽ വടക്ക് ജപ്പാൻ വരെ വ്യാപിച്ചു കിടക്കുന്ന സൈനിക താവളങ്ങൾ ഉപയോഗിച്ച് US തങ്ങളെ വളയുകയാണെന്നാണ് ചൈന പറയുന്നത്. പക്ഷേ ഇതൊക്കെ ചൈന വെറുതെ ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. തായ്വാനിൽ കണ്ണും നട്ടിരിക്കുന്ന ചൈന തായ്വാനെ പിടിച്ചടക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അമേരിക്ക തായ്വാനെ സഹായിക്കുന്നത് ഉൾക്കൊള്ളാൻ ചൈനയ്ക്ക് കഴിയാത്തതും അതുകൊണ്ട് തന്നെയാണ്. ദ്വീപരാജ്യമായ തായ്വാനെ അമേരിക്ക ചേർത്ത് നിർത്തുന്നത് ചൈനയ്ക്കൊരു തിരിച്ചടി തന്നെയാണ്. അമേരിക്ക മറുവശത്തുള്ളപ്പോൾ ചൈന കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നത് കൃത്യമായി ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ. എന്തായാലും തായ്വാന് സുരക്ഷ ഒരുക്കാൻ അമേരിക്കയും തായ്വാനെ പിടിച്ചെടുക്കാൻ ചൈനയും അക്ഷീണ പരിശ്രമത്തിൽ തന്നെയാണ്. ഇതിൽ ആര് വിജയിക്കും, തായ്വാന്റെ ഭാവി എന്താകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.